ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വിഷു മാറ്റച്ചന്ത കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വിഷു മാറ്റച്ചന്ത നടക്കുന്നത് ചേന്നമംഗലം ത്താണ്. അതായത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ ചേന്നമംഗലത്താണ് ഈ വിഷു മാറ്റച്ചന്ത നടക്കുന്നത്. വളരെ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സമ്പ്രദായമാണ് ഇത്. സാധാരണ പണ്ട് കാലങ്ങളിൽ 2 ദിവസമായിട്ടാണ് മാറ്റച്ചന്ത നടക്കാറ്. വിഷുവിൻ്റെ തലേ ദിവസം വലിയ മാറ്റവും അതിൻ്റെ തലേ ദിവസം ചെറിയ മാറ്റവും എന്നിങ്ങനെയാണ് ഇവിടെ മാറ്റച്ചന്ത നടന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ച് നാളുകളായിട്ട് 4 ദിവസവും 5 ദിവസവും ഒക്കെ ആയിട്ട് വളരെ അധികം ഗംഭീര പരിപാടികളും സ്റ്റേജ് പരിപാടികളും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ മാറ്റച്ചന്ത നടക്കുന്നത്. ഈ വിഷു മാറ്റച്ചന്ത ഇപ്പോൾ നടക്കുന്നത് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ്. വളരെയധികം പഴക്കം ചെന്ന ഒരു മാറ്റച്ചന്തയാണ്. കൊച്ചി രാജാവിൻ്റെ ദിവാൻമാരായിരുന്ന പാലിയത്തച്ചന്മാർ തുടങ്ങി വെച്ചതാണ് ഈ വിഷു മാറ്റം. അമ്പലത്തിന് എതിർവശമുള്ള ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ മാറ്റം നടക്കുന്നത്. പണ്ടുകാലത്ത് നാണയങ്ങൾ അതുപോലെ തന്നെ കറൻസികൾ എന്നിവ നിലവിലില്ലാത്ത കാലം. സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒന്നാണ് ഇത്. വളരെ കാലം പഴക്കമുള്ള ഈ സമ്പ്രദായം ഇടക്കാലത്ത് വെച്ച് നിന്നുപോയെങ്കിലും അത് പുനഃസംഘടിപ്പിക്കുന്നതിൽ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാ വർഷവും തുടർച്ചയായി ഈ മാറ്റച്ചന്ത ഇവിടെ നടക്കുന്നു. എന്നാൽ ഇപ്പോൾ കറൻസികൾ കൊടുത്താണ് ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നത്. സാധനങ്ങൾ കൊടുത്തു സാധനങ്ങൾ വാങ്ങുവാൻ ഇവിടെ ഇന്ന് സാധിക്കില്ല. ഈ പ്രദേശത്തുള്ളവരും സമീപ പ്രദേശത്തുള്ളവരും സകലമാന ജനങ്ങളും ഒത്തുകൂടുന്ന ഒരു സമയം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുവാൻ എല്ലാവരും ഈ മാറ്റച്ചന്തയെ ആശ്രയിക്കുന്നു. വലിയ മാറ്റവും ചെറിയ മാറ്റവും എന്നിങ്ങനെയാണ് 2 മാറ്റങ്ങൾ നടക്കുന്നത്. ആ ദിവസങ്ങളിൽ ഇവിടെ വലിയ തിരക്കായിരിക്കും. കുറച്ചു കാലങ്ങളായിട്ട് മാറ്റച്ചന്തയോടനുബന്ധിച്ച് അമ്പലത്തിൻ്റെ അരികത്തായിട്ട് സ്റ്റേജിൽ കലാപരിപാടികളെല്ലാം സംഘടിപ്പിക്കാറുണ്ട്. അത് കാണുവാനും ജനങ്ങൾ ഇവിടെ എത്തുന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കൈത്തറി ഉൽപ്പന്നങ്ങൾ, മൺചട്ടികൾ, വളകൾ, മാലകൾ, അങ്ങനെ വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരിടമാണ് ഈ വിഷു മാറ്റച്ചന്ത. ആദ്യ ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കുറവാണ്. എന്നാൽ വിഷുവിൻ്റെ തലേ ദിവസവും അതിൻ്റെ തലേ ദിവസവും നല്ല തിരക്കായിരിക്കും ഇവിടെ. ഈ വിഷു മാറ്റച്ചന്തയിലെ ഒരു പ്രത്യേകതയുണ്ട്. മകുടം എന്ന പേരുള്ള ഒരു കളിപ്പാട്ടം നമുക്കിവിടെ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. വർഷങ്ങളായിട്ട് 44 വർഷത്തോളമായിട്ട് നമ്മളുടെ എടവനക്കാട് താമസിക്കുന്ന കൃഷ്ണൻകുട്ടിച്ചേട്ടനാണ് ഈ കളിപ്പാട്ടം നിർമ്മിക്കുന്നത്. തീർത്തും നമ്മളുടെ ചിരട്ടയിൽ അതുപോലെ തന്നെ തോലുകൾ ഉപയോഗിച്ചും ഒക്കെയാണ് ഈ മകുടം നിർമ്മിക്കുന്നത്. പണ്ടുകാലത്തെ ഒരു കളിപ്പാട്ടം എന്ന നിലയിൽ ഇപ്പോഴും ഈ ഒരു കളിപ്പാട്ടം ഇന്ന് നമുക്കിവിടെ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മേടിക്കാനായിട്ട് നിരവധി ആൾക്കാരാണ് ഇവിടെ കൂടുന്നത്. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു സംഭവമാണ്. കാരണം ഒരാൾ മാത്രമാണ് ഈ ഒരു കച്ചവടത്തിന് ഇവിടെ ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇത് കാണാനായിട്ട് സാധിച്ചില്ല. നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ തൊട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കാണുക, വിഷു മാറ്റച്ചന്തയിൽ പോവുക, അടിച്ചു പൊളിക്കുക. ഓക്കെ.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.